ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ എന്തായിരുന്നു? ഡെഫിനിസിയോണി ജനറാലി എ ദൊവേരി നെല്ലൂസോ ദെല സ്ട്രാദ എന്ന ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഇനി 24 എണ്ണം ഇനി നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ക്വിസ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് കാണാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഡെയിലി മെറ്റീരിയലും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ക്വിസ് നമുക്ക് നോക്കാം. Le macchine agricole possono circolare su strada per il proprio trasferimento se immatricolate. ഇമ്മാട്രിക്കുലാത്തെ എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വാഹനങ്ങൾക്ക്. മാക്കിന അഗ്രിക്കുലെ കൃഷി സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വഴിയിൽ കൂടെ പോകാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പോകാൻ പറ്റും. È vero. രണ്ടാമത്തത്, quando una donna in stato di gravidanza attraversa la carreggiata bisogna darle la precedenza solo se attraversa da sinistra a destra. Donna in gravidanza എന്ന് പറഞ്ഞാൽ pregnant woman. അത് അവർക്ക് എപ്പോഴും നമ്മൾ മുൻഗണന കൊടുക്കണം. അത് attraversa da sinistra ആണോ destra ആണോ, എപ്പോഴും അവർക്ക് മുൻഗണനയുണ്ട്. അതിപ്പം ചോദിച്ചേക്കുന്നത് ഫാൾസിയാണ്. Vengono definite autovetture tutti i veicoli con motore anteriore. Anteriore എന്ന് പറഞ്ഞാൽ മുന്നിൽ മോട്ടറുള്ള എല്ലാ വെഹിക്കിളിനെയും ഔട്ടോവെത്തൂറെ എന്ന് പറയുമോ എന്നാണ് ചോദിക്കുന്നത്. ഫാൾസയാണ്. L'isola di traffico può essere percorso solo da taxi e dagli autobus urbani. Isola di traffico എന്താണ് നമ്മൾ പറഞ്ഞ പോലെ. Isola di traffico ഓർമ്മ വരണം, അതിൻ്റെ ഡിസൈൻ എവിടെയാണെന്ന് ഓർമ്മ വരണം. അറാസോ എ റിയൽസാത്തോ, അതെന്തിനാണ്? കനലിസാരെ ഈ വെഹിക്കിളി. കനലിസാരെ ഈ വെഹിക്കിളി എന്ന് പറഞ്ഞാൽ വാഹനങ്ങളെ വേറെ വേറെ ഡിറക്ഷനിലേക്ക് വിടാൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇസോല ദി ട്രാഫിക്കോ. സോ ഇത് കറക്റ്റ് അല്ല. പെർകോർസോ സോളോ dai taxi e dagli autobus urbani non è vero, falso. In vicinanza di un attraversamento pedonale il conducente deve considerare che i veicoli parcheggiati in prossimità delle strisce impediscono la visuale dei pedoni. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു സീബ്ര ക്രോസിംഗ് ഉണ്ട്. സീബ്ര ക്രോസിങ്ങിൻ്റെ അടുത്ത് വേറെ വെഹിക്കിൾസ് പാർക്ക് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ വേറൊരു വാഹനത്തിൽ വരുമ്പോൾ നമ്മൾ ഓർക്കണം എന്താണെന്ന്. ആ വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്തുകൊണ്ട് മിക്കപ്പോഴും നടക്കുന്നവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല എന്ന് നമ്മൾക്ക് ഓർമ്മ വേണമെന്നാണ് പറയുന്നത്. കറക്റ്റാണ്, വേറെയാണ്. Con la patente di categoria B si possono guidare le macchine operatrici eccezionali no, non possono guidare con patente B. Non eccezionali ആണ് ഓടിക്കാൻ പറ്റിയത്. ഓക്കെ, non è vero, falso. Quando un pedone che spinge la carrozzina per i bambini attraversa la carreggiata bisogna dargli la precedenza solo se attraversa da sinistra a destra. അങ്ങനത്തെ ഒരു സംഭവമില്ല. ആരെങ്കിലും കുട്ടികളെയും കൊണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് മുൻഗണനയുണ്ട്. അതായത് ഏത് വശത്തു നിന്നാണോ ഒന്ന് നോക്കേണ്ട ആവശ്യമില്ല. റൈറ്റ് ടു ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിലും എപ്പോഴും അവർക്ക് മുൻഗണനയുണ്ട്. ഇത് ഫാൾസയാണ്. È consentito spostare i segnali stradali verticali temporanei per parcheggiare i veicoli. നമ്മൾ പറഞ്ഞു ഒരിക്കലും ദൊവേരി നെല്ലൂസോ ദെല്ല സ്ട്രാദയിൽ പറഞ്ഞു ഒരിക്കലും ഒരു സൈൻ ബോർഡ് മാറ്റാനുള്ള നമ്മൾക്ക് അധികാരമില്ല. അപ്പോൾ ഇത് ഫാൾസയാണ്. Prima di impegnare un incrocio dopo che è scattata la luce verde del semaforo il conducente deve attendere che i pedoni abbiano finito di attraversare strada. È vero. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇൻക്രോച്ചിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഓൾറെഡി വെറുതെ വീണു. എങ്കിലും നമ്മൾ ഒന്ന് നോക്കണം, എല്ലാ പെദോണിയും ആൾക്കാരെല്ലാം ആ സീബ്ര ക്രോസിംഗ് കഴിഞ്ഞു പോയെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. അത് വേറെയാണ്. അടുത്തെന്താണ്? Il caravan non è un rimorchio. Il caravan è un rimorchio. Caravan rimorchio ആണ്. Il autocaravan അല്ലെങ്കിൽ ക്യാമ്പർ non è un rimorchio. Il caravan അല്ലെങ്കിൽ റോളറ്റ് è un rimorchio, non è un rimorchio, è falso. Il conducente che intende sorpassare i ciclisti o pedoni che occupano la carreggiata deve usare molta prudenza. Vero. എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ സൈക്കിൾ ഓടിക്കുന്നവർ അല്ലെങ്കിൽ നടന്നു പോകുന്നവരുണ്ടെങ്കിൽ
നടന്നു പോകുന്നവരുണ്ടെങ്കിൽ നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പേ വളരെ അറ്റൻറ്റീവായിട്ട് വേണം ഓവർടേക്ക് ചെയ്യാൻ. Vero. Il conducente di un veicolo deve rispettare gli agenti del traffico e collaborare con essi. ട്രാഫിക് പോലീസിനെ നമ്മൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെസ്പെക്റ്റ് ചെയ്യണോ വേണ്ടയോ? റെസ്പെക്റ്റ് ചെയ്യണം. Vero. L'isola di traffico è delimitata da strisce bianche continue. അവിടുത്തെ ഡിസൈൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. Delimitata da strisce bianche continue. Vero. Quando si viaggia in fila con altri veicoli è consentito distrarsi se si è a bassa velocità. നമ്മൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ട്രാഫിക്കിലാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് നേരത്തേക്ക് വേറെ എന്തെങ്കിലും പണി ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും പറ്റില്ല. സ്പീഡ് കുറവാണെങ്കിൽ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഒരിക്കലും പറ്റില്ല. ഫാൾസോയാണ്. Il conducente può lanciare oggetti dal finestrino sulla banchina. നമ്മൾക്ക് റോഡിൻ്റെ സൈഡുകളിലേക്ക് നമ്മുടെ വെഹിക്കിളിൽ നിന്ന്, നമ്മുടെ വാഹനത്തിൽ നിന്ന് നമ്മൾക്ക് സാധനങ്ങൾ വലിച്ചെറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒരിക്കലും പറ്റില്ല. ഫാൾസോയാണ്. La strada extraurbana principali hanno una sola corsia per ogni senso di marcia. Strade extraurbane principali devono avere almeno 2 corsie di marcia per ogni senso. ഓക്കെ, almeno 2 corsie. രണ്ട് കോർസിയെങ്കിലും മിനിമം വേണം ഓരോ സെൻസോ ദി മാർച്ചേക്കും. വൺ വേക്ക് ടു വേ ആയിരിക്കണം. ടു വേ ആണെങ്കിലും ഓരോ വൺ വേക്കും ഓരോ ഡിറക്ഷനിലും 2 കോർസിയെങ്കിലും മിനിമം വേണം. അപ്പോൾ ഇത് una sola corsia per ogni senso di marcia ഫാൾസോയാണ്. La banchina è parte della strada opposta al di fuori della carreggiata. È vero. ബങ്കീന എവിടെയാണ്? സൈഡ് മാർജിനാണ്. കറജാത്തയുടെ പുറത്താണുള്ളത്. അപ്പോൾ അത് വേറെയാണ്. I rimorchi leggeri sono quelli di massa massima a pieno carico fino a 500 kg. നമ്മൾ പറഞ്ഞിരുന്നത് 750 kg ആണ് rimorchi leggeri. അപ്പോൾ ഇത് ഫാൾസോയാണ്. Quando la carreggiata è occupata da ciclisti o pedoni si devono sorpassare senza superare la velocità di 30 km/h. അങ്ങനെ ഒരു സംഭവമില്ല. വെലോസിറ്റ ലിമിറ്റേഷൻ ഒന്നുമില്ല നമ്മൾക്ക്. പക്ഷേ മാക്സിമം പ്രൂഡൻ്റ് ആയിട്ട് നമ്മൾ മാക്സിമം ഇൻ്റലിജൻ്റ് ആയിട്ട് വേണം ചെയ്യാൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഫാൾസോയാണ്. അപ്പോൾ per condurre macchine operatrici è necessario essere titolari della patente di guida della categoria A. Per condurre macchine operatrici è necessario essere titolari della patente di guida della categoria A. ആണോ അല്ലയോ? macchine operatrici ആണ്. È vero. Nella strada rappresentata per ogni senso di marcia la corsia di sinistra è dedicata di norma alla marcia ordinaria. Marcia ordinaria അല്ലെങ്കിൽ corsia di sinistra. Corsia di sinistra, marcia ordinaria അല്ല. sorpassare marcia di sorpasso ആണ്. corsia di sorpasso ആണ്. ഓവർടേക്കിങ്ങിനുള്ളതാണ് സിനിസ്ട്രയിലുള്ളത്. സിനിസ്ട്ര എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡിലുള്ളത് എപ്പോഴും അത് sorpassare ചെയ്യാനുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതാണ് മാർച്ച ഓർഡിനാരിയ ഓ corsia di marcia normale എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫാൾസോയാണ്. La banchina non consente di norma il transito dei veicoli. È vero. ബങ്കീന മാർജിനിൽ കൂടെ വാഹനങ്ങൾക്ക് പോകാൻ പാടില്ല. È vero. Una zona traffico limitata è un'area in cui può essere limitata la circolazione dei veicoli solo in alcune ore. È vero. നമ്മൾ കണ്ടു കുറച്ച് ദിവസങ്ങളിലേക്ക് കുറച്ച് സമയങ്ങളിലേക്കായിരിക്കും ഈ സോണ ZTL-ലേക്ക് വാഹനങ്ങൾക്ക് കടക്കാൻ പാടില്ലാത്തത്. È vero. L'intersezione a livelli sfalsati è un incrocio a raso fra una strada e i binari del treno. ബിനാരി del treno ആണോ ഇത്? ഇൻ്റർസെക്ഷൻ ആ ലിവലി സ്ഫൽസാത്തി എന്താണ് എന്ന് ഓർമ്മ വരണം. വേറെ ലെവലിലുള്ള വഴികളെയാണ് ഇൻ്റർസെക്ഷൻ ആ ലിവലി സ്ഫൽസാത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫാൾസോയാണ്. Autovettura sono soggetti a revisione ogni 5 anni. Ogni 5 anni ആണോ? ogni 4 anni dalla matricolazione. അത് കഴിയുമ്പോൾ ogni 2 anni. അപ്പോൾ ഇത് ഫാൾസോയാണ്. Caravan, roulette sono rimorchi destinati ai lavori agricoli. ആണോ? കാരവൻ എന്തിനുള്ളതാണ്? കൃഷിസ്ഥലത്ത് വർക്ക് ചെയ്യാനുള്ളതാണോ? അല്ല. മനുഷ്യർക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ടിരിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള സാധനമാണ് കരവൻ അല്ലെങ്കിൽ റോളറ്റ്.
falso. Il conducente deve dare le precedenza al pedone con il bastone bianco e bianco-rosso che attraversano la strada anche se è fuori della striscia di attraversamento pedonale. ഇപ്പോൾ ബിയാങ്കോ ഓ ബിയാങ്കോ റോസ് എന്ന് വെച്ചാൽ ചെയ്ക്കോ ഓ സോർദോ ചെയ്ക്കോ ആയിട്ടുള്ള മനുഷ്യർക്ക് കണ്ണ് കാണാൻ മേലാത്തതും കണ്ണ് കാണാനും ചെവി കേൾക്കാൻ മേലാത്തുള്ള ആൾക്കാർ എവിടെ കൂടെ റോഡ് ക്രോസ് ചെയ്യാൻ ട്രൈ ചെയ്താലും നമ്മൾ അവർക്ക് മുൻഗണന കൊടുക്കണം. അവർ സീബ്ര ക്രോസിങ്ങിലാണെങ്കിൽ മാത്രമല്ല മുൻഗണന കൊടുക്കേണ്ടത്, എവിടെയാണെങ്കിലും മുൻഗണന കൊടുക്കണമെന്നാണ്. അത് വേറെയാണ്. La strada è qualsiasi area asfaltata, limitata lateralmente dagli attraversamenti pedonali. La strada è qualsiasi area limitata lateralmente dagli attraversamenti pedonali. È falso. അതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. La strada extraurbana principali devono essere dotati di pannelli a messaggio variabile. Devono essere dotati di pannelli a messaggio variabile. Passaggi variabili. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് നോക്കാം. ഏതായാലും ഫാൾസോ ആണിത്. പിന്നെ അവസാനം വരുന്നതാണ് tutti i veicoli a motore con 3 ruote sono dei motocicli. Tutti i veicoli a motore con 3 ruote sono motocicli? No. E motocicli sono 2 ruote, 3 ruote e 4 ruote. Motocicli sono a 2 ruote. Ciclo പിന്നെ വരുന്നത് ട്രിച്ചിക്ലിയാണ് 3 റോത്തെ. അപ്പോൾ ഇത് ഫാൾസോയാണ്. നമുക്ക് നോക്കാം എത്ര എണ്ണം കറക്റ്റ് കിട്ടിയെന്ന്. uno errato. ഏതായിരിക്കും എറോറ് വന്നത്? Ok, per condurre macchine operatrici è necessario essere titolari della patente di guida della categoria A. ഇത് റിസ്പോൺസ് ഞാൻ കൊടുത്തത് വേറോ എന്നാണ്. പക്ഷേ റിസ്പോൺസ് വന്ന് ഫാൾസോ ആണ്. അവിടെ കാറ്റഗറി ആ വേണ്ട, ബി മതി. ഓക്കെ, പത്തൻ്റെ ബി മതി. condurre macchine operatrici non eccezionale ഓടിക്കാൻ പത്തൻ്റെ ബി മതി. അപ്പോൾ നമ്മൾക്കൊന്ന് നോക്കാം എന്താണ് അതിൽ തെറ്റുപറ്റിയെന്ന്. Le macchine agricole non eccezionali si possono condurre con la patente A1, quelle eccezionali con patente B. Le macchine operatrici sono ad esempio veicoli sgombraneve, spartineve, veicoli utilizzati per la costruzione di opere civili o stradali, carrelli per la movimento di cose. Quelli non eccezionali si possono condurre con la patente B, quelle eccezionali con la patente superiore C. അപ്പോൾ നോൺ എക്സെപ്ഷനാലി cioè 3500 കിലോഗ്രാം ഉണ്ടെങ്കിൽ അത് പത്തൻ്റെ ബി മതി അത് ഓടിക്കാൻ. ഓക്കെ, അത് മാത്രമാണ് തെറ്റ് വന്നത്. ബാക്കിയെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഒന്ന് നോക്കിക്കൊള്ളുക. താങ്ക് യു.